ഇതെന്താ ആര്യനൊരു പുതിയ പേര്? കഞ്ഞിക്കാളൻ ആര്യൻ. ആ അത് ചില നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ളൊരു വാക്കാണ് ഈ കഞ്ഞിക്കാളൻ എന്ന് പറയുന്നത്. അത് ആര്യൻ ഇവിടെ പറ്റും, അന്ന് പെർഫെക്റ്റ് മാച്ച് ആണെന്ന് കണ്ടോണ്ടാണ് ഞാൻ ആ പേര് തന്നെ ആര്യൻ ഇട്ടത്. സംഭവം എന്ന് വെച്ചാൽ ജിസേലിന്റെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. കൂട്ടത്തിൽ ജിസേലിനും താല്പര്യം ആര്യന്റെ അടുത്താണ്. ഇത് വലിയ കുലസ്ത്രീ പറച്ചിലൊന്നുമല്ല. പക്ഷേ അനുമോള് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ മൊണ്ണ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഇന്നും അല്ലെങ്കിൽ ആ കഴിഞ്ഞ ആ ഒരു ടാസ്ക് എപ്പിസോഡിൽ പോലും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇവര് സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ അങ്ങ് ഗ്രൂപ്പിസം കളിക്കുകയാണ്, ഒന്നിച്ച് ഗ്രൂപ്പിസം കളിക്കുകയാണ്. ഒരു ടാസ്ക് വരുമ്പോൾ പോലും ഇൻഡിവിജ്വലി ഞാൻ അത് ചെയ്യാമെന്ന് പറയുന്നത് ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് അനീഷാണ്. അനുമോള് പോലും എന്നാ ആര്യം ചെയ്, എന്നാ അങ്ങനെ ചെയ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. അനുമോൾക്ക് സെൽഫായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ആരും എന്തായാലും അനുമോളിനെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അതാണ് പ്രശ്നം. അനുമോളിന്റെ ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള ഒരു കറേജിനെ, അത് ആ ഒരു അനീഷിന്റെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് അനുമോള് അപ്പാനിയായിട്ട് കൂടിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല. പക്ഷെ എങ്കിലും അപ്പാനി അവിടെ ഒരു ചതി നടത്തിയത് കൊണ്ട് നമ്മുടെ അനുമോൾക്ക് അതൊരു വലിയ നെഗറ്റീവ് ആയിപ്പോയി. അപ്പൊ നമുക്ക് ഇന്നലത്തെ ടാസ്കിലെ നമ്മുടെ കഞ്ഞിക്കാളനായിട്ടുള്ള ആര്യന്റെ അവസ്ഥയിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ടാസ്കിൽ നമ്മുടെ ജിസേലിനെ ഒന്നും പൊതിഞ്ഞ്, അതായത് ഒരു ഷുഗർ കോട്ട് ചെയ്ത് ജിസേൽ തന്നെ ഒന്നും പറയരുത്, ജിസേൽ മുടി മൊട്ട അടിക്കാൻ പറഞ്ഞില്ല, അതിന് നമ്മുടെ ആര്യം പറഞ്ഞ ഡയലോഗ്, ബിഗ് ബോസ് തുണി മാറ്റി നിർത്താൻ ഒരു സ്ത്രീയോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഹോ ബിഗ് ബോസ് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ബിഗ് ബോസ് അത് പറയേണ്ട കാര്യമില്ല, ബിഗ് ബോസ് അത് ചെയ്യിക്കത്തുമില്ല. പിന്നെ മൊട്ട അടിക്കുന്ന കാര്യവും ബിഗ് ബോസ് അത് ചെയ്യിക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ത്യജിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അത് പറ്റുമോ ഇല്ലയോ എന്ന് അങ്ങ് പറയണം. അത് പറയാൻ പോലും നിങ്ങൾക്ക് വയ്യ. അപ്പം ഫിസിക്കൽ ടാസ്കിനകത്ത് ഓടിച്ചാടി നടക്കാനുള്ള കഴിവ് മാത്രമേ ഈ കഞ്ഞിക്കാളനായിട്ടുള്ള ആര്യനുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ജിസേലിന്റെ കാര്യം മാത്രമല്ല, ഇന്നലത്തെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, രാത്രി ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ടാസ്കിന്റെ സംസാരങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ നമ്മുടെ അനുമോൾക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിൽ കണ്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്കിന് വേണ്ടിയിട്ട് അനുമോളെ ട്യൂൺ ചെയ്യുന്നത് ആര്യനാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, അനുമോളോട് സപ്പോർട്ട് ചെയ്യുന്നണക്കും അനുമോളുടെ ഒപ്പം ഒട്ടി നിൽക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും ആര്യനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ആര്യൻ മനഃപൂർവ്വമാണ് അനുമോളെടുത്ത് ഓടി ചാടി നിൽക്കുന്നത്. അത് ആ ഒരു ക്യാപ്റ്റൻസിക്ക് തൊപ്പി വെച്ച സമയത്തെ ഞാൻ മനസ്സിലാക്കിയതാണ്. അനുമോൾക്കും പ്രത്യേകിച്ച് ആര്യനോടൊരു കുന്തവും ഇല്ല, ഇനി ആര്യന് ഒട്ടുമില്ല. ഇന്നലെ രാത്രി നടന്ന സംഭവം എന്ന് വെച്ചാൽ, കിച്ചണിൽ അനുമോള് ചപ്പാത്തിക്കോ ദോശയ്ക്കോ കണ്ട് മാവ് കുഴയ്ക്കുകയാണ്. അക്കൂട്ടത്തിൽ തക്കാളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യൻ അവിടെ കയറുന്നുണ്ട്. ആര്യൻ ക്യാപ്റ്റനാണ്, പക്ഷെ കിച്ചന്റെ ആരുമല്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വേറെ അനുവിന്റെ കൂടെ വേറെ ആരും ഇല്ലതാനും. നെവിൻ ഇതിന്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. പിന്നെ അനുമോളും ഒപ്പത്തിനൊപ്പം ചുമ്മാ കളിക്കാനും ചിരിക്കാനും നിൽക്കുന്നുണ്ട്. അത് അനുവിന്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും ഇത് ബിഗ് ബോസ് വീടാണ്. ബിഗ് ബോസ് വീട്ടിനകത്ത് ആരെയും അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിയാണ് ഒറ്റയ്ക്ക് കളിക്കുക എന്ന് പറയുന്നത്. ഒരു ലവ് ട്രാക്ക് എടുക്കുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ്. ഇന്നലെ ആ ഒരു തക്കാളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുമ്പോൾ അനുമോൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്നാലും നീ ആ 1000 രൂപയ്ക്ക് മുട്ടയടിക്കുന്നതിന് അത് അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഒരു 5000 ആയിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ അനുമോള് ചോദിച്ചപ്പം 10000 ആയിരുന്നെങ്കിൽ നോക്കിക്കോളായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു എന്നൊക്കെ വളരെ ഫണ്ണി ആയിട്ട് ആര്യൻ അത് കുഴഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ആ കയ്യിലിരുന്ന സ്പൂണ് വെച്ചിട്ട് നമ്മുടെ അനുമോള് ആര്യന്റെ ദേഹത്ത് കാലിലായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഡ്രസ്സിൽ തന്നെയാണ് അടി കൊള്ളുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അന്നേരം നിനക്ക് മതപരമായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എങ്കിൽ അച്ഛന് പ്രശ്നമില്ല അല്ലേടാന്നൊക്കെ ചോദിച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് ആ അടിച്ച സ്പൂൺ എടുത്തിട്ട് അവിടെ ഇന്ന് ആ ഒരു മാവിനകത്ത് നമ്മുടെ അനുമോളിട്ട് കുഴയ്ക്കുന്നുമുണ്ട്. സോ ഇത് എപ്പിസോഡിൽ, ഇത് ഞാൻ ഓർത്ത് പറയാനുള്ള റീസൺ, എപ്പിസോഡിൽ ഇത് സൂം ചെയ്ത് കാണിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അനുമോൾക്ക് അവിടെ ഉറപ്പായിട്ട് ഒരു ചെക്ക് വെക്കാനുള്ള ഒരു സ്ഥലമാണത്. ഉറപ്പായിട്ട് അനുമോൾക്ക് അവിടെ പണി കിട്ടും. അത് കാണുന്നത് ആരെയൊന്നും നല്ലോണം കാണിക്കുന്നില്ല. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും അത് നോക്കി വെച്ചിട്ടുണ്ടോ? എന്നാൽ ഉറപ്പായിട്ടും ലാലേട്ടൻ ഈ എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇതെടുത്ത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തായാലും ആര്യനും അനുമോളും എവിടെ പോകുന്നു എന്നുള്ളത് ക്യാമറയും കൂടുതൽ ക്യാപ്ചർ ചെയ്ത് കാണിക്കും. കാരണം ഈ സീസണിൽ ഒരു ലവ് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഗുണമാണ്.
പക്ഷെ അനുമോള് അങ്ങനെ പോകാതിരുന്നിരുന്നുവെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതിനുശേഷം ഇവർ തമ്മിൽ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നെവിൻ കുളിച്ച് റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്, അല്ലേ എന്നും വിളിച്ചോണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരു നമ്മുടെ നെവിൻ ഇങ്ങനെ നോക്കി നിൽക്കേ അനുമോളും ആര്യനും കൂടെ ഒന്ന് അഭിനയിക്കുന്നുണ്ട്. അയ്യോ ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ 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 കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഓവർ ആക്ട് ചെയ്യുന്നുണ്ട്. നെവിന് മനസ്സിലായി അനുമോളും ആര്യനും കൂടെ ഓവർ ആക്ട് ചെയ്യുകയാണെന്ന്. അപ്പം നീ ഓവർ ആക്ട് ചെയ്യണ്ട, നിന്നെ ഈ ആരാണ് സീരിയലിൽ എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് നെവിൻ അത് തമാശയാക്കുകയാണ്. അത് തമാശയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ ഈ തമാശകൾ എന്താണെങ്കിലും വരും എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൽ ഒരു ലവ് ട്രാക്കിലേക്കുള്ള ഒരു തുടക്കമാകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തീരെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അനുമോളും ആര്യനും തമ്മിലുള്ള. കാരണം എന്താ വെച്ചാൽ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആര്യന് പകരം വേറെ ഒരു നന്നായിട്ട് പ്ലേ ചെയ്യുന്ന വേറൊരു ഗെയിമറൊക്കെ ആണെങ്കിൽ ഇൻ കേസ് അവിടെ ഒരു അനീഷ് ആയിരുന്നെങ്കിലും ഞാൻ സമ്മതിച്ചേനെ. കാരണം എന്ന് വെച്ചാൽ ഓക്കെ രണ്ടുപേരും നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് ആണെന്ന് പറയാം. ഇത് അനുമോള് നല്ലൊരു പീക്കിൽ നിൽക്കുന്നു, ആര്യൻ ആ കൂടി ടാസ്ക് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇല്ല കൊച്ചു കുട്ടികൾ ടാസ്ക് ചെയ്യുന്ന കണക്ക് ടാസ്ക് ചെയ്ത് ഗെയിം വിൻ ചെയ്യാനായിട്ട് മാത്രമേ ആര്യന് അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് ആ ഒരു രാത്രി കണ്ട ആ ഒരു സീനും പിന്നെ ആര്യനെ കുറിച്ച് മൊത്തത്തിലുള്ള ഇമേജ്, മൊത്തത്തിലുള്ള ഒരു കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ആര്യനെക്കുറിച്ചും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയിച്ചു വരാം. ബൈ.